മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. തൃശൂർ ചാലക്കുടിയിൽ ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സിന്ധോളാണ് ട്രെയിനിൽ നിന്ന് ചാടിയത്. ഫയർഫോഴ്സും പോലീസും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തുടക്കത്തിൽ മുതൽ ഈ മൃതദേഹം കണ്ടെത്തുക അല്ലെങ്കിൽ ഈ ഒരു സിന്ധോളിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയ രീതിയിൽ ആശങ്ക പടർത്തിയിരുന്നു. പ്രത്യേകിച്ച് കാലാവസ്ഥ അനുകൂലമാകുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? 7 മണിക്കാണ് ഈ അധ്യാപിക ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് ചാടുന്നത്. 2 മണിക്കൂറിലധികം സമയം ചാലക്കുടി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിൽ അല്പം മുമ്പാണ് മൃതദേഹം പുഴയിൽ നിന്ന് തന്നെ കണ്ടെത്തിയത്. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള സിന്ധോളാണ് ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് എടുത്തു ചാടിയത്. നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. വൈകിട്ട് 7 മണിയോടെ ഈ ട്രെയിൻ ചാലക്കുടി പുഴ പാലത്തിലെത്തിയപ്പോൾ, റെയിൽവേ പാലത്തിലെത്തിയപ്പോൾ ഈ അധ്യാപിക ബാഗുമായി പുഴയിലേക്ക് ചാടുകയായിരുന്നത്. സംഭവം കണ്ട ദൃക്സാക്ഷികളുണ്ട്. ഇവരാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്. സഹയാത്രികരുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ചാടുന്ന സമയത്ത് റെയിൽവേ പാലത്തിന് സമീപം മറ്റ് നാട്ടുകാരുണ്ടായിരുന്നു. ഇവരാണ് ഇത്തരത്തിൽ ബാഗുമായി ഒരു യുവതി പുഴയിലേക്ക് ചാടുന്നത് കണ്ടത്. ഉടൻ ഇവർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ചാടിയ സമയത്ത് തന്നെ ഇത് ആരാണ് ചാടിയതെന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. കാരണം സഹയാത്രികയോട് അധ്യാപിക തന്റെ പേരും മറ്റു വിവരങ്ങളും എല്ലാം വെളിപ്പെടുത്തിയിരുന്നു. അതനുസരിച്ചുള്ള വിവരമാണ് പോലീസിന് കൈമാറിയത്. ഇതോടെയാണ് ചാടിയത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജി അധ്യാപികയായിട്ടുള്ള സിന്ധോളാണെന്നുള്ള വിവരം ലഭിച്ചത്. ഇതോടെ തെരച്ചിൽ നേരത്തെ തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ചാലക്കുടി ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള വലിയ സംഘം രാത്രിയിലും തെരച്ചിൽ അവിടെ നടത്തിയിരുന്നു. കാരണം വലിയ അടിയൊഴുക്കുള്ള സമയമാണ്. മാത്രമല്ല, പുഴ നിറയെ വെള്ളമുള്ള സമയമാണ്. മഴക്കാലമായതോടുകൂടി പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. മാത്രമല്ല, അടിയൊഴുക്കും ശക്തമായിട്ടുണ്ട്. എന്നിട്ട് പോലും ഫയർഫോഴ്സ് തെരച്ചിൽ ഊർജിതമാക്കി തുടർന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിക്കൊക്കെ മാറ്റുന്ന കാര്യങ്ങളിലാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഉള്ളത്. എന്തായാലും ചാടിയതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്ത് പ്രശ്നത്താലാണ് യുവതി ഇത്തരത്തിലൊരു കൃത്യത്തിന് മുതിർന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അധ്യാപികയുടെ മൃതദേഹം അല്പസമയം മുൻപ് ഫയർഫോഴ്സിന്റെ തെരച്ചിൽ കണ്ടെത്തിയിരിക്കുന്നു. വൃന്ദ. ശരി അനീഷ്, ഇപ്പോൾ ഈ സംഭവം കണ്ട ദൃക്സാക്ഷികളുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് തൃശൂർ ചാലക്കുടിയിൽ ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സിന്ധോളാണ് ട്രെയിനിൽ നിന്നും ചാടിയത്. ഫയർഫോഴ്സും പോലീസും ഏറെ നേരത്തോട് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവം നേരിൽ കണ്ട 2 ദൃക്സാക്ഷികളുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്കാണ് ഇനി. ചാലക്കുടിയിൽ നിന്ന് മുരുമുരുക്ക് പോകാൻ റെയിൽവേ കൂടെ. അപ്പോൾ ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ റെയിൽവേൻ്റെ 2ാമത്തെ വലിയ കൂട്ടിൽ കയറുന്നു. അപ്പം ട്രെയിൻ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി ചുടുവാനിട്ട് നേരെ ട്രെയിനിനെടുത്ത് ചേർന്ന് കണ്ട നേരെ 3ാമത്തെ കൂട്ടിൻ്റെ കമ്പിയും തട്ടി ഇടിച്ച് നിലത്തേക്ക് പോയി. ഈ ഭാഗം നെഞ്ചുഭാഗം ഇടിച്ച് നേരെ നിലത്തേക്ക് പോയി. പിന്നെ കുറച്ച് നേരം അവിടെ 2 മിനിറ്റ് ഒഴിക്കപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ച് ഇരുട്ടായി. പിന്നെ കണ്ടില്ല, ഇവരായിട്ട് നമ്മൾ നോക്കി നിന്നിട്ട് കിട്ടിയില്ല. ഇവരായിട്ട് ഫയർഫോഴ്സ് ഒന്നും ഉണ്ടായിരുന്നു. ചാലക്കുടി പോലീസ് കിട്ടിയില്ല. തൃശൂർ ചാലക്കുടിയിൽ ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സിന്ധോളാണ് ട്രെയിനിൽ നിന്നും ചാടിയത്. എന്താണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ളതിലെല്ലാം തന്നെ വ്യക്തത വരാനുണ്ട്. ഫയർഫോഴ്സും പോലീസും ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ സംഭവം നേരിൽ കണ്ട ദൃക്സാക്ഷികളുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്.